സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫോൺ എടുത്ത് അതിനകത്തുള്ള ഇപ്പോൾ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോൾ വിഷമം വരാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭീതി വരാം. അപ്പോൾ ഇതൊന്നും പറ്റുവാണെങ്കിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇതെല്ലാം ഒഴിവാക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എന്താണോ നമ്മൾ രാത്രി അവസാനം ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നത്, അത് തന്നെയായിരിക്കും രാവിലെ ആകുമ്പോഴും നമ്മുടെ ഇമോഷൻ. അതായത് നമ്മൾ ഭയങ്കര ദേഷ്യത്തിലാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ രാവിലെ ആകുമ്പോഴും ഇതേ ദേഷ്യം നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു എനർജി ഉണ്ടാവും. പിന്നെ മൊത്തം ക്ഷീണമായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും പിറ്റേ ദിവസം നടന്നു എന്ന് വരില്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഉറങ്ങുന്ന സമയത്ത് ഫോൺ കണ്ടുകൊണ്ട് കിടക്കുന്നത് നമ്മളിൽ പലരുടെയും ശീലമാണ്. വളരെ കോമൺ ആയിട്ടൊരു ശീലമാണ്. ഫോൺ നോക്കുന്നതിനോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുന്നതിനോ ഒരു കുഴപ്പമില്ല. അവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിൽ കിടന്നുകൊണ്ട് കഴിവതും ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ലൈറ്റ് ഇട്ടുകൊണ്ട് കസേരയിലിരുന്ന് ഫോൺ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബെഡിലിരുന്ന് ഫോൺ നോക്കുന്നുണ്ടോ കുഴപ്പമില്ല. പക്ഷേ കിടന്നുകൊണ്ട് നമ്മൾ ഫോൺ നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ കണ്ണിനടുത്ത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അതിലുള്ള പ്രകാശം ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ മെമ്മറീനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ കോൺസെൻട്രേഷനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ മൊബൈലിൽ വരുന്ന വെളിച്ചം എന്ന് പറയുന്നത് ബ്രെയിൻ ആക്ടിവേറ്റിംഗ് ആണ്. വൺസ് ബ്രെയിൻ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം 20 തൊട്ട് അരമണിക്കൂർ വരെ എടുക്കും അതൊന്ന് സ്ലോ ഡൗൺ ആവാൻ, അതായത് സ്ലീപ്പിലോട്ട് നമുക്ക് പോകാൻ. അപ്പോൾ കഴിവതും ആ തെറ്റ് ചെയ്യാണ്ടിരിക്കുക. അതും നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കും. പിന്നെ ഉറക്കത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ്, രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ജസ്റ്റ് അലാം കേട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഉറങ്ങട്ടെ അല്ലെങ്കിൽ 20 മിനിറ്റ് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സ്ലീപ്പിലോട്ട് പോകും. ഈ സെക്കൻഡ് സ്ലീപ്പിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. ഈ സ്വപ്നങ്ങളുടെ പ്രത്യേകത വെച്ചാൽ, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അന്നത്തെ ദിവസം മൊത്തം നമുക്ക് ശരീരത്തിന് ക്ഷീണവും തളർച്ചയായിരിക്കും. വളരെ ഡീപ്പായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും നമ്മൾ. അതായത് നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന തരത്തിലുള്ള സ്വപ്നമൊക്കെ വേണമെങ്കിൽ സെക്കൻഡ് സ്ലീപ്പിലോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മൾ എപ്പോൾ എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നോ ആ സമയത്ത് തന്നെ അലാം കേട്ട് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ അങ്ങ് എഴുന്നേൽക്കുക. ഓക്കെ. അപ്പോൾ ഉറക്കം വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമ്മളെങ്ങനെ, അതായത് ഏറ്റവും നല്ലത് കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ ഉറങ്ങുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യാം. കാര്യം ഒരു ദിവസം നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ആ ഒരു ദിവസം മാത്രമല്ല പിറ്റേ ദിവസവും നമുക്കുണ്ടാകും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം.